സിനിമാ നടൻ ദുൽഖറിന്റെ 3 കാറുകൾ ഇപ്പോൾ പിടിച്ചെടുത്തു. ആദ്യം പിടിച്ചെടുത്തത് ലാൻഡ് റോവർ കാറായിരുന്നു. ലാൻഡ് റോവർ ഡിഫൻഡർ കാർ പിടിച്ചെടുത്തു. അതിനുശേഷം അവിടെ ഒരു ഫ്ലാറ്റിൽ കിടന്നിരുന്ന ദുൽഖറിന്റെ നിസാൻ പെട്രോൾ കാർ പിടിച്ചെടുത്തു. ഇപ്പം മൊത്തം 3 കാറുകൾ ദുൽഖറിന്റെ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ദുൽഖറിനും മമ്മൂട്ടിക്കുമൊക്കെ കാറിനോട് വലിയ കമ്പമുണ്ട്. അവരുടെ ഒരു പാഷനാണ്. മമ്മൂട്ടിയും ധാരാളം കാറുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ആളുകളാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകനും പിന്നോട്ടല്ല. പൃഥ്വിരാജും പല കാറുകളും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ദുൽഖറിന് കാറിൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് പല കാറുകളും വാങ്ങിച്ച് പല സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. വിൻറ്റേജ് കാറുകൾ ധാരാളം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. വിൻറ്റേജ് കാറുകൾ എന്ന് പറഞ്ഞാൽ 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറുകളാണ്. അതാണ് വിൻറ്റേജ് കാറുകൾ. ഇന്ത്യയിലെ വിൻറ്റേജ് കാറുകൾ സൂക്ഷിക്കുന്ന പല ആൾക്കാരും ഉണ്ട്, നമുക്കറിയാം. അവരൊക്കെ സാധാരണ വാങ്ങിക്കുന്ന ഇന്ത്യയിൽ ലഭിക്കുന്ന വിൻറ്റേജ് കാറുകൾ ഫോർഡ് മസ്താഗ്, പിന്നെ പ്രീമിയർ പത്മിനി, അംബാസഡർ കാറ്, മെഴ്സിഡസ് ബെൻസ് 300, പോർഷെ കാറ്, BMW M3, BMW E3, ഇങ്ങനെയുള്ള കാറുകളൊക്കെ വിൻറ്റേജ് കാറുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതൊക്കെ വാങ്ങിച്ചു കൂട്ടും. പക്ഷെ ഇപ്പം അപ്പാർട്ട്മെന്റ് വന്നിരിക്കുന്നതിന്റെ കാരണം അവരെ ഭൂട്ടാനിൽ നിന്ന് പല കാറുകളും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വന്ന കാറുകൾ 200 എണ്ണം കേരളത്തിൽ വിറ്റുപോയി. അതിൽ 38 കാറുകൾ ഇപ്പം കേരളത്തിൽ അവർ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് വരുന്നത്. സാധാരണഗതിയിൽ വരുന്ന കാറുകളെല്ലാം SUV കാറുകൾ എന്ന് പറഞ്ഞാൽ അത് സ്പോർട്സ് യൂട്ടിലിറ്റി കാർ. കാരണം റഫായിട്ടുള്ള റോഡിൽ കൂടെയൊക്കെ അങ്ങ് പൊക്കോളും. SUV കാറുകളുണ്ട്, XUV കാറുകളുണ്ട്, ക്രോസ് യൂട്ടിലിറ്റി കാറുകൾ. അപ്പോൾ SUV കാറുകളും XUV കാറുകളും ഇന്ത്യയിലേക്ക് വരുന്നു. ഭൂട്ടാൻ വഴിയാണ് വരുന്നത്. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ മോഷണം പോകുന്ന കാറുകൾ വരുന്നതെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നു, ഭൂട്ടാൻ വഴി വരുന്നു എന്നാണ്. ജപ്പാൻ എംബസിയിൽ മുഖേന ഇന്ത്യ ഗവൺമെന്റ് എഴുതി കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ മോഷണം പോയ കാറുകളുടെ ലിസ്റ്റ് അത് വെച്ചിട്ട് ഇന്ത്യയിൽ അത് വിറ്റഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഒരു കാർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാറിൻ്റെ മോഡല് അറിയണം, എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയണം, അതിനകത്ത് ഇഞ്ചൻ നമ്പർ കൃത്യമായിട്ട് അറിയണം, ഷാസി നമ്പർ അറിയണം. അത് ആ കാറിലുണ്ട്. കാറിൻ്റെ ബോഡിയിൽ ഷാസി നമ്പറുണ്ട്, ഇഞ്ചിനിൽ ഇഞ്ചൻ നമ്പറുണ്ട്. അത് മാറ്റി തട്ടിമുട്ടി കൊണ്ടുവന്നാണെങ്കിൽ അത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കമ്പനിയിൽ ലോകത്തിൽ എവിടെ ആയാലും ശരി ആ കമ്പനിയിൽ അത് കയറ്റിയിരിക്കുന്ന ഇഞ്ചിൻ്റെ നമ്പർ, ഏത് മോഡൽ ഇഞ്ചിന്, മറ്റൊന്ന് അതിൻ്റെ ഷാസിയിൽ അതിൻ്റെ ബോഡിയിൽ അതിൻ്റെ ബോഡി നമ്പർ, ഇത് രണ്ടും കാറുകൾ നിർമ്മിച്ച് വെളിയിലോട്ട് വിടുമ്പം തന്നെ കമ്പനിയിൽ അത് നോട്ട് ചെയ്യും. ആ കാറുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും വിറ്റഴിക്കപ്പെടുന്നത്. അങ്ങനെ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ കൃത്യമായിട്ട് അതിൻ്റെ ഷാസി നമ്പരും ഇഞ്ചൻ നമ്പരും. ഇപ്പോൾ ഇവിടെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ 200 കാറുകൾ ഇവിടെ വിറ്റിട്ടുണ്ടെങ്കിൽ ആ കാറുകളുടെ ഇഞ്ചൻ നമ്പരും ഷാസി നമ്പരും വെച്ച് നോക്കിയാൽ ആ കാറിൻ്റെ മോഡൽ ഏതാണെന്നറിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ കമ്പനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി എവിടെ വിറ്റു, എങ്ങനെ വിറ്റു എന്ന് കൃത്യമായിട്ട് അറിയാം. അവരുടെ ഈ മോഡൽ കാറ് നമ്മൾ പറയുന്ന നമ്പർ അവരുടെ തെറ്റാണെങ്കിൽ, ഇഞ്ചൻ മാറ്റിയോ ഷാസി നമ്പർ മാറ്റിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അറിയാൻ പറ്റും. ഫോർഡ് കമ്പനി ആയാലും ശരി, നിസാൻ കമ്പനി ആയാലും ശരി, BMW കമ്പനി ആയാലും ശരി, എവിടെ ആയാലും ശരി, കമ്പനിയിൽ ഏതൊക്കെ രാജ്യത്ത് എത്ര വാഹനം വിറ്റിട്ടുണ്ടെന്ന് അവർക്ക് കൃത്യമായി കണക്കുണ്ട്. ഇന്ത്യയിൽ ഇപ്പം ഏതെങ്കിലും സിനിമാക്കാരും എല്ലാവരും വാങ്ങിച്ചു കൂട്ടിയ നമ്പർ കാറ് ആ ഓരോ കാറിൻ്റെ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചൻ നമ്പരും ഷാസി നമ്പരും കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഇപ്പം പിടിക്കപ്പെടുന്ന ആ വണ്ടിയിൽ ആ കമ്പനിയുടെ ഇഞ്ചൻ നമ്പരും ഷാസി നമ്പരും കൃത്യമാണോ ഇല്ലയോ എന്ന് ഇവിടെ കസ്റ്റംസിന് നോക്കാം. ഇപ്പം പോലീസിന്റെ സഹായം അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം പല വണ്ടികൾ ഒതുക്കം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രൂപമാറ്റം നടത്തണമെന്നെങ്കിൽ അത് RTOയുടെ അവരുടെയൊക്കെ പെർമിഷൻ വേണം. മറ്റൊരു കാര്യം, ഭൂട്ടാനിൽ നിന്ന് സാധാരണഗതിയിൽ അവിടെ കാർ റാലി സംഘടിപ്പിക്കും ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക്.
അവർ 30-35 വണ്ടികളാണ്, SUV വണ്ടിയിലോ അല്ലെങ്കിൽ അതിനകത്ത് XUV വണ്ടിയിലൊക്കെ ആയിരിക്കും ഇതിൽ റഫ് റോഡിൽ കൂടെ വരുന്നത്. അങ്ങനെയുള്ള കാറുകൾ അവിടുന്ന് ഇങ്ങോട്ട് റാലി സംഘടിപ്പിക്കുമ്പോൾ 30-35 വാഹനങ്ങളാണ് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ റാലി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന റാലിയുടെ കൂടെ അകമ്പടി സഹിച്ച് 100 വാഹനങ്ങളുടെ വരും. ആ വാഹനങ്ങളെല്ലാം ഇന്ത്യയിൽ തിരിച്ചു പോവില്ല, വിറ്റഴിക്കപ്പെടും. ഇത് മനസ്സിലാക്കിയ കസ്റ്റംസ്, അത് സെൻട്രൽ ഗവൺമെന്റ് 2020 മുതൽ ഈ കാർ റാലി നിർത്തി. അതിന് പകരം ചെയ്തു റാലിക്കാർ ഇന്ത്യയിൽ വേണേ അങ്ങോട്ട് കാർ റാലി നടത്തിക്കോ, അവിടുന്ന് ഇങ്ങോട്ടുള്ള അഭ്യാസം വേണ്ട, അതങ്ങ് നിർത്തലാക്കി. അതിനുശേഷമാണ് ഇന്ത്യയിലെ പല സ്ഥലത്തും ഭൂട്ടാൻ വഴി പല കാറുകളും വരുന്നത്. പല ഏജൻസികളുണ്ട്, വിദേശത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കാറുകൾ ഈസി ആയിട്ട് ഭൂട്ടാനിലെത്തും, അവിടുന്ന് ഇന്ത്യയിലേക്ക് കടത്തും. ഇന്ത്യയിലേക്ക് കടത്തുന്ന കാറുകൾ ഇന്ത്യയുടെ ബോർഡറിലുള്ള സ്റ്റേറ്റുകളിൽ സാധാരണ ഇപ്പം കണ്ടെത്തിയത് ഭൂട്ടാനിൽ നിന്ന് വരുന്ന കാറുകൾ ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ ആസാം, അങ്ങനെയുള്ള പിന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്നാണ് ഇന്ത്യയിൽ ഈ മറ്റു സ്ഥലത്തേക്ക് വിൽക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് അതിന് വിദേശത്തുള്ളൊരു കാറ് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും രാജ്യാന്തര ബോർഡറിൽ കൂടെ നമ്മുടെ വന്നാൽ അങ്ങനെ കൊണ്ടുവരുമ്പം ആ കാറിന് സെസ് അടിക്കും, GST അടിക്കും. അത് അടച്ചു വേണം ഇന്ത്യയിൽ കൊണ്ടുവരാൻ. ഇപ്പം വന്ന കാറുകൾ അത് അടച്ചിട്ടുണ്ടല്ലോ ഇല്ലയോ എന്നാണ് കസ്റ്റംസ് നോക്കുന്നത്. അപ്പം ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇത് ഒരു പുതിയ കാറ് വന്നാൽ 20% വരെയാണ്. അഡീഷണൽ CVD ഉണ്ട് 12%. അതുപോലെ എഡ്യൂക്കേഷൻ സെസ്സും പിടിക്കും 2%. അപ്പം വിലയുടെ ഏകദേശം ഇരട്ടി അല്ലെങ്കിൽ അത്രയും തന്നെ ഈ സെസ്സും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു ഒറിജിനൽ RC ബുക്ക് ഉണ്ടാകണം. ഇന്ത്യയിൽ അത് വരുമ്പോൾ RC ബുക്ക് ഇവിടെ സറണ്ടർ ചെയ്ത് എവിടെയാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത് അവിടുന്ന് പുതിയ ബുക്ക് അല്ലെങ്കിൽ അത് തന്നെ തരാം. അപ്പം അതുകൊണ്ടാണ് GST അടയ്ക്കണം, സെസ് അടയ്ക്കണം. സെസ് മറ്റ് ഏത് സ്റ്റേറ്റിലേക്കാണ് വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ സെസ് പിടിച്ചെങ്കിലും അത് സെൻട്രൽ ഗവൺമെന്റിൽ പോകും. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ആ സെസ്സിനകത്ത് നിന്ന് ഒരു പൈസയും കിട്ടൂല. GST എന്നുള്ള ഷെയർ ചെയ്ത് സെൻട്രൽ ഗവൺമെന്റും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റും കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ വരുന്നതിന്റെ സെസ് ഒന്നും ആ സംസ്ഥാനത്തിന് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ ഈ കാറുകളുടെ ചുങ്കം അല്ലെങ്കിൽ സെസ് എന്ന് പറയുന്നത് അത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഇതിന്റെ ഒറിജിനൽ ഷാസി നമ്പർ ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഇഞ്ചൻ നമ്പർ രേഖപ്പെടുത്തണം. അത് ഇവിടുന്ന് വിറ്റ് വേറെ വഴിക്ക് കൊടുക്കുമ്പം ഇതേ നമ്പർ തന്നെ ഉണ്ടായിരിക്കണം. ഇവിടെ ദുൽഖറിന്റെയും മറ്റു ആൾക്കാരുടെയും കയ്യിലിരിക്കുന്ന വാഹനങ്ങൾ അതിന്റെ RC ബുക്കിൽ അതിന്റെ ഷാസി നമ്പറും ചെസ് നമ്പറും കൃത്യമായിരിക്കണം. കമ്പനി വിളിച്ചു ചോദിച്ചാൽ ഇത് തന്നെ ലഭിച്ചിരിക്കണം. അതുകൊണ്ട് ഇപ്പം ജപ്പാനിലെ ധാരാളം വാഹനങ്ങൾ വരുന്നുള്ള ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ജപ്പാനിൽ നിന്ന് മോഷണം പോയ വാഹനങ്ങളുടെ ലിസ്റ്റ് സംഘടിപ്പിച്ച് എഴുതി കഴിഞ്ഞു. ഇന്ത്യ അങ്ങോട്ട് ജപ്പാനിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ രാജ്യങ്ങളും ഇന്ത്യയിൽ ഏതൊക്കെ വാഹനങ്ങളാണ് ഇപ്പം പിടിക്കപ്പെടുന്നത് ആ കമ്പനിയിൽ എഴുതി ചോദിച്ചിട്ട് ഈ ഒറിജിനൽ ഷാസി നമ്പരും അതിൻ്റെ എഞ്ചിൻ നമ്പരും ഉള്ള വാഹനം ഏത് രാജ്യത്ത് കൊടുത്തു, അവിടെ ഇപ്പോൾ ആ സാധനം ഉണ്ടോ, അവിടെ നിന്ന് ഇന്ത്യയിൽ വന്നു, അതൊക്കെ വളരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെരിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ സാധാരണ ഇപ്പം രജിസ്ട്രേഷൻ നടത്തി കാണുന്നത് ഹിമാചൽ പ്രദേശത്തും അരുണാചൽ പ്രദേശ്, സിക്കിം, ആസാമിലൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്ത സ്ഥലങ്ങളിലാണ് ഈ വാഹനം ഒറിജിനലായിട്ട് വന്നിരിക്കുന്നതെന്ന് കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും അവിടെ നമ്മുടെ എറണാകുളത്തെ ഒരു വാഹനമാണ് തുടക്കത്തിൽ അവിടെ പിടിക്കപ്പെട്ടത്. ദുൽഖറിന്റെ ഒക്കെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ മാഹിൻ അൻസാരി എന്ന് പറഞ്ഞ ഒരു ഉടമ, അയാള് മൂവാറ്റുപുഴക്കാരനാണ്. അയാളുടെ വാഹനമാണ് അവിടെ നടൻ അമിത് ചക്കാലക്കലിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്തത്. ആ വാഹനത്തിലെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയാൾ പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. അയാൾ പറഞ്ഞു എന്നെ കബളിപ്പിച്ചു കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എങ്ങനെയാണ്, ആരാണ് അയാളെ ബന്ധപ്പെട്ടത്, ആര് മുഖേനയാണ് വണ്ടി കച്ചവടം ചെയ്തത്, ആരാണ് അതിന്റെ കമ്മീഷൻ അടിച്ചുകൊണ്ട് പോയത്, എവിടുന്ന് വന്ന വണ്ടിയാണ്, ആരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്, എല്ലാ വിവരങ്ങളും കസ്റ്റംസിന് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അമിത് ചക്കാലക്കലെ ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അയാള് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലും ഈ പറഞ്ഞ രജിസ്ട്രേഷൻ നടന്ന സ്റ്റേറ്റുകളെല്ലാം പല സ്ഥലത്തും അയാൾ പല സമയത്തും പോയിട്ടുണ്ട്, വിദേശങ്ങളിലും പോയിട്ടുണ്ടെന്നാണ് വരുന്നത്. ഇന്ത്യൻ റെഡ് ക്രോസിൽ നിന്നും വാങ്ങിയതാണ് ദുൽഖറിന്റെ ഒരു കാറ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇന്ത്യൻ റെഡ് ക്രോസിലും അതുപോലെ ഇന്ത്യയിലെ ആർമിയിലൊക്കെ വിദേശത്ത് നിന്ന് ധാരാളം വാഹനങ്ങൾ വരും. നമ്മുടെ പല മാരുതിയുടെ പല ജിപ്സികളൊക്കെ ഡൽഹിയിലെ അവിടുത്തെ
ഓൾഡ് ഡൽഹിയിലൊക്കെ വഴിയോരത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ആർമിയിൽ നിന്ന് ലേലം ചെയ്ത് കളയുന്ന പിടിച്ചു കിടപ്പുണ്ട്. നല്ല വാഹനങ്ങൾ പലരും അവിടെ ലഭിക്കും, പലരും കേരളം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഓൾഡ് ഡൽഹിയിലും പരിസരത്തും ഇഷ്ടം പോലെ വാഹനങ്ങൾ ആർമിയിൽ നിന്ന് ലേലം ചെയ്ത് കളയുന്നത് കിടപ്പുണ്ട്. അത് പഞ്ചാബുകാരാണ് കൂടുതലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പഞ്ചാബ് കർഷകരാണ് കൂടുതലും വാങ്ങിക്കുന്നത്. കാരണം റഫ് റോഡിൽ കൂടെ ട്രക്ക് അവർക്ക് ഓടിക്കാനൊക്കെ സൗകര്യം അതാണ്, നല്ല വഴിയൊന്നും വേണമെന്നില്ല. ആർമിയുടെ പല വാഹനങ്ങളും നമുക്ക് ഡൽഹിയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ റെഡ് ക്രോസിന്റെ ഇന്ത്യയിലെ വാഹനങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ അവർ വിറ്റഴിക്കപ്പെടും. അങ്ങനെയുള്ള വാഹനം ദുൽഖർ സൽമാന്റെ ഇന്ത്യ റെഡ് ക്രോസിൽ നിന്ന് വാങ്ങിയതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഏതായാലും ഹൈക്കോടതിയിൽ ഈ വാഹനം, തന്റെ പിടിച്ചെടുത്ത വാഹനം തിരിച്ചു തരണം, താനത് സൂക്ഷിച്ചോളാം, അത് വിൽക്കത്തില്ല, അതുകൊണ്ട് അത് എക്സൈസിലോ കസ്റ്റംസിലൊക്കെ കിടന്നാൽ ആ വാഹനങ്ങൾ തീർച്ചയായിട്ടും അത് അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ച് അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വാഹനം എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ അത് സൂക്ഷിച്ചോളാം, എപ്പം പറയുന്ന സമയത്ത് ഹാജരാക്കാം എന്നൊക്കെ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം വാഹനം അവിടെ കിടന്നാൽ അദ്ദേഹം പറയുന്ന കാര്യം കറക്റ്റാണ്. അത് അവിടെ കിടന്ന് തുരുമ്പടിച്ച് അല്ലെങ്കിൽ അത് മെയിൻ്റനൻസ് ചെയ്യാതെ അവിടെ കിടന്നു പോകും. അതുകൊണ്ട് വാഹനം വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കാം, അതിൻ്റെ എഞ്ചിൻ നമ്പരോ ഷാസി നമ്പരും എടുക്കാം, അതിൻ്റെ പ്രത്യേകതയുള്ള സാധനങ്ങളെല്ലാം ചെയ്യാം. കാരണം സ്പെയർ പാർട്സ് ഇതിനകത്ത് അല്ലെങ്കിൽ പല പല സാധനങ്ങൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ സാധാരണഗതിയിൽ ഇന്ത്യയിലെ RTA അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അനുമതിയോടെ മാത്രമേ മാറ്റാൻ ഒക്കുകയുള്ളൂ. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് മോഡിഫിക്കേഷൻ ഏതെങ്കിലും രൂപമാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അനുവാദത്തോടെ മാറ്റാൻ പറ്റും. അത് റിപ്പോർട്ട് ചെയ്യണം. അതിനകത്ത് കാരണം ഒറിജിനൽ വണ്ടിയിലുള്ള സാധനങ്ങളായിരിക്കത്തില്ല, പലതും കോസ്റ്റ്ലി ആയിട്ടുള്ള പുതിയ സാധനങ്ങൾ അതിലിട്ട് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെ അനുവാദത്തോടെ മാത്രമേ നമുക്ക് ചെയ്യാൻ ഒക്കുള്ളൂ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് ദുൽഖർ സൽമാൻ അതിപ്പോൾ ഹൈക്കോടതിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞു. അതിന്റെ കാരണം ഇതിന്റെ ഒരു വിവരങ്ങൾ അറിഞ്ഞിട്ട് മതി. കാരണം അദ്ദേഹം ഗുഡ് ഫെയ്ത്തോടുകൂടി നല്ല ഇന്റൻഷനോടുകൂടി വാങ്ങിച്ചതായിരിക്കാം, പക്ഷെ പറ്റിപ്പോയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ മാഹിൻ അൻസാരി പറയുന്നത് തനിക്ക് ചതി പറ്റിപ്പോയി. എല്ലാവരും അങ്ങനെ തന്നെ. കാറ് പ്രാന്തന്മാരും മിക്കവാറും പല കാറുകളും കാണുമ്പോൾ വില പറഞ്ഞ് വാങ്ങിക്കും. പക്ഷെ അത് എങ്ങനെയാണ് ആ കാർ അവരുടെ കയ്യിൽ വന്നത്, അതിന്റെ റെക്കോർഡ് എങ്ങനെയാണ്, ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാൻ സെസ് അടച്ചിട്ടുണ്ടോ, GST അടച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിനൊക്കെ എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ ശരി, പലരും അതൊക്കെ മറച്ചു വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും. കാരണം വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു ബിസിനസ് തന്നെയാണ് ഇത്. അതുകൊണ്ട് വിൻറ്റേജ് കാറുകളോ അല്ലെങ്കിൽ ഇതുപോലെ ഫോറിൻ കാറുകൾ അല്ലെങ്കിൽ SUV കാറുകൾ ഇതൊക്കെ വാങ്ങുന്നവർ വളരെ സൂക്ഷിക്കണം. അതിൻ്റെ ഇഞ്ചൻ നമ്പരും ഷാസി നമ്പറും ആ ബോഡി രൂപമാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ കമ്പനി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ ഷാസി നമ്പർ തന്നെ ഫിറ്റ് ചെയ്തതാണോ ഈ ഇഞ്ചൻ നമ്പർ, അല്ലെ ഈ ഇഞ്ചൻ നമ്പറുള്ള ഷാസി നമ്പർ അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വിവരങ്ങൾ നമുക്ക് കമ്പനി വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് വാഹനപ്രാന്തന്മാർ സൂക്ഷിക്കുക. കാരണം ഇന്ത്യയിലോട്ട് കടത്തിക്കൊണ്ട് വരുന്ന വാഹനം പലരും വാങ്ങിക്കുന്നുണ്ട്. അതിന് സെസ് അടയ്ക്കണം, GST അടയ്ക്കണം. അങ്ങനെയുള്ള എല്ലാ ഗവൺമെന്റ് അടയ്ക്കാനുള്ള അടച്ചിട്ടുണ്ടോ, അത് അടച്ചിട്ടില്ലെങ്കിൽ അതിനി അടയ്ക്കേണ്ടി വരും. അതിനകത്ത് ഏതെങ്കിലും മോഷണ വണ്ടി വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രോസിക്യൂഷന് അതിനകത്ത് ഉത്തരവാദികളായ ഇന്ത്യയിൽ ആരാണ് ആ മോഷണ വണ്ടി വാങ്ങിച്ച് അവരെല്ലാം പ്രതിസ്ഥാനത്തേക്കും വരും. അതുകൊണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞ ശേഷം മാത്രമേ ഹൈക്കോടതിയിലേക്ക് പോകാനൊക്കുള്ളൂ. കാരണം ഹൈക്കോടതി ഇത് മുഴുവൻ പരിശോധിക്കാതെ ഒന്നും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ അതൊക്കെ റെക്കോർഡിക്കലായി പോകും. അതുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ മണ്ടത്തരം പറ്റാതിരിക്കുന്നെങ്കിൽ ഇതിന്റെ വിവരങ്ങൾ അറിയിട്ട് എന്താണ് സംഭവിച്ചത് തൻ്റെ കാറിന് എന്നെല്ലാവരും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ.